ശ്രീ എ കെ മഷ്റഫ്. സർ, മഞ്ചേശ്വരം താലൂക്കിലെ ഉദ്യോഗസ്ഥ ക്ഷാമവും ഗ്രൂപ്പ് വില്ലേജുകളെ വിഭജിച്ച് സ്വതന്ത്ര വില്ലേജ് ഓഫീസുകളാക്കണമെന്നുള്ള ആവശ്യമാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്കായ മഞ്ചേശ്വരം താലൂക്കിലെ ഉദ്യോഗസ്ഥ ക്ഷാമം ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. 22 ക്ലർക്ക് തസ്തികകൾ താലൂക്ക് ഓഫീസിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മാസങ്ങളായി 11 ക്ലർക്കുമാർ മാത്രമാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. 11 ക്ലർക്കുമാരുടെ ഒഴിവാണ് ഇവിടെയുള്ളത്. 19 വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസ് പോസ്റ്റുകൾ താലൂക്ക് പരിധിയിലുണ്ടെങ്കിലും നിലവിൽ 11 വില്ലേജ് അസിസ്റ്റന്റ് തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. 5 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയും 2 വില്ലേജ് ഓഫീസർ തസ്തികയും ഒഴിഞ്ഞു കിടക്കുന്നു. ജീവനക്കാരുടെ അഭാവം മൂലം ഒരു ജീവനക്കാരന് തന്നെ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇത് കാരണം സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാനോ പൊതുജനങ്ങൾക്ക് യഥാസമയം സേവനം ലഭ്യമാക്കാനോ കഴിയുന്നില്ല. ഇത്തരത്തിൽ അമിത ജോലിഭാരം കാരണം ഉദ്യോഗസ്ഥർ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയും അവരുടെ കാര്യക്ഷമത കുറയുകയും ചെയ്യുന്നു. 1500ഓളം പട്ടയ അപേക്ഷകൾ നിലവിൽ തീർപ്പാക്കാനുണ്ട്. താലൂക്ക് തല ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി തീരുമാനമായിട്ടും 316 പേരുടെ പട്ടയങ്ങളുടെ കാര്യത്തിൽ തുടർ നടപടിയില്ലാതെ അവസ്ഥയാണ് ഇവിടെയുള്ളത്. കൈവശ ഭൂമിക്ക് പട്ടയത്തിനായി പാവപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഓഫീസിൽ കയറി ഇറങ്ങി പ്രതീക്ഷകൾ കൈവിട്ട് പ്രയാസപ്പെടുന്നു. ജീവനക്കാരുടെ കുറവും ഇവിടേക്കുള്ള സ്ഥലം മാറ്റങ്ങളാണ് ഇതിന് കാരണം. പതിവിന് അനുയോജ്യമായി സർക്കാർ ഭൂമി ഇവിടെ ഉണ്ടായിട്ടും ആയിരക്കണക്കിന് പാവപ്പെട്ട ഭൂരഹിതരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുകയാണ്. ഇത് തീർപ്പാക്കുന്നതിനായി നിശ്ചിത കാലത്തേക്ക് ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ, 2 ക്ലർക്കുമാർ എന്നിവരെ ലാൻഡ് അസൈൻമെന്റ് സെക്ഷനിൽ അധികമായി അനുവദിക്കേണ്ടതായിട്ടുണ്ട്. മഞ്ചേശ്വരം താലൂക്കിൽ റീസർവേ പൂർത്തീകരിച്ച വില്ലേജുകളാണ് കൂടുതലും. റീസർവേ സബ് ഡിവിഷൻ വേണ്ടി അപേക്ഷിച്ച് 3-4 വർഷമായി ഓഫീസ് കയറി ഇറങ്ങുന്ന ഇവിടെ നിരവധിയുണ്ട്. സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഒരാൾ മാത്രമാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇതിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഒരു മുഴുസമയ ഹെഡ് സർവേയർ, ഒരു സർവേ ഡ്രാഫ്റ്റ്സ്മാൻ എന്നിവരെ അടിയന്തരമായി നിയമിക്കണം. സർവേ സംബന്ധമായ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കേണ്ടതായിട്ടുണ്ട്. CMDRF, ക്യാൻസർ, TV, പെൻഷൻ അപേക്ഷകൾ, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, നെൽവയൽ തരംമാറ്റൽ, ന്യായവില തുടങ്ങിയ അപേക്ഷകൾ താലൂക്കിൽ തീരുമാനമാകാതെ കിടക്കുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഗഡിനാട സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ച കുട്ടികൾക്ക് ഉദ്യോഗസ്ഥ ക്ഷാമം മൂലം അത് നൽകാൻ കഴിയുന്നില്ല. കാലവർഷം തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതായിട്ടുണ്ട്. നിലവിലെ ഉദ്യോഗസ്ഥ ക്ഷാമം ഇതിന് തടസ്സമായി മാറും. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിലും താലൂക്ക് പരിധിയിലെ വില്ലേജ് ഓഫീസുകളിലും വിജിലൻസ് നടപടി നേരിട്ടവരെയാണ് സർ നിയമിക്കുന്നത്. കന്നഡ നോവിംഗ് പ്രദേശമാണ്. കന്നഡ മലയാളം PSC ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ 15 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും PSC സുപ്രീം കോടതിയിൽ പോകുമ്പോൾ അതൊരു വലിയ പ്രയാസമായി സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് വില്ലേജുകൾ ഉള്ള താലൂക്കാണ് മഞ്ചേശ്വരം. 48 വില്ലേജുകൾക്ക് 19 വില്ലേജ് ഓഫീസുകളാണ് ഇവിടെ. ഗ്രൂപ്പ് വില്ലേജുകൾ ഒറ്റ മിനിറ്റ് സർ, വില്ലേജുകൾ ആക്കണമെന്നതാണ് വർഷങ്ങളുടെ ആവശ്യമാണ്. ഇതിൽ ജനസാന്ദ്രത കൂടിയ കോയിപ്പാടി, വസപ്പെട്ട്, എന്നീ ഗ്രൂപ്പ് വില്ലേജുകൾ അടിയന്തരമായി. ബഹുമാനപ്പെട്ട അംഗത്തിന് ഡിമാൻഡ് ഡിസ്കഷനിൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം കിട്ടി. ഈ പ്രശ്നങ്ങളൊന്നും മഞ്ചേശ്വരത്ത് ബാക്കിയില്ല. അതിനെല്ലാത്തിനും ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങയുടെ ആവശ്യത്തിൽ പരിഗണിച്ചുകൊണ്ട് മഞ്ചേശ്വരം താലൂക്കിൽ വില്ലേജ് ഓഫീസർ തസ്തികയിൽ 2 ഒഴിവുകളും, ക്ലർക്ക് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ 20 ഒഴിവുകളും, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ 5 ഒഴിവുകളും ഇപ്പോൾ നിലവിലുണ്ട്. LD ക്ലർക്ക് ബാർ വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവുള്ള 20 തസ്തികകൾ കന്നഡ മലയാളം വിഭാഗത്തിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ്. കന്നഡ മലയാളം LD ക്ലർക്ക് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലും ചില ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത കേസിൻ്റെ ഭാഗമായി PSCയിൽ നിന്ന് നിയമന ശുപാർശ അയക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇക്കാര്യത്തിൽ സ്പഷ്ടത വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സർ, ക്ലർക്ക് വില്ലേജ് അസിസ്റ്റന്റ് തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകൾ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നികത്താനാവാത്ത നിലവിലുള്ള സാഹചര്യത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന വിഷയം പരിശോധിക്കുന്നതാണ്. മഞ്ചേശ്വരം താലൂക്കിൻ്റെ കീഴിലുള്ള വില്ലേജുകളിൽ VFA തസ്തികയിൽ നിലവിലുള്ള 5 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും PSC അഡ്വൈസ് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഉടനടി അവർക്ക് നിയമന ഉത്തരവ് നൽകുന്നതാണ്. വില്ലേജ് ഓഫീസർ തസ്തികയിൽ ഉദ്യോഗക്കയറ്റം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വില്ലേജ് ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന മുറയ്ക്ക് ഒഴിവുള്ള 2 വില്ലേജ് ഓഫീസർ തസ്തികയിലും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ്. നിലവിൽ മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലകളിലെ LRM വിഭാഗങ്ങളിൽ ഒരു ഹെഡ് സർവേയറും ഒരു ഡ്രാഫ്റ്റ്മാൻ്റെയും സേവനം സർവേ വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. LRM റീസർവേ വിഭാഗത്തിൽ തീർപ്പാക്കാൻ ബാക്കിയുള്ള അപേക്ഷകൾ പരിശോധിച്ച്
ആയതിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണ്. മഞ്ചേശ്വരം താലൂക്കിൽ ഗ്രൂപ്പ് വില്ലേജുകളടക്കം 68 വില്ലേജുകൾ 19 വില്ലേജ് ഓഫീസുകളായി പ്രവർത്തിച്ചു വരുന്നു. ആകെയുള്ള 19 വില്ലേജ് ഓഫീസുകളിൽ 14 വില്ലേജ് ഓഫീസുകളും ഒന്നിലധികം വില്ലേജുകൾ അടങ്ങുന്ന ഗ്രൂപ്പ് വില്ലേജുകളായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. റവന്യൂ ഭരണം സുഗമമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ജനങ്ങൾക്ക് സമയബന്ധിതമായി മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുന്നതിനും വില്ലേജുകളുടെ വിഭജനം ആവശ്യമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി മെച്ചപ്പെടുന്ന മുറയ്ക്ക് ജനസാന്ദ്രത കൂടിയ വില്ലേജുകൾ, ഗ്രൂപ്പ് വില്ലേജുകളുടെ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സാർ പരിഗണിക്കുന്നതാണ്. സാർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചപ്പോൾ അംഗം കൂടി അറിയാവുന്നൊരു കാര്യം, സാർ മഞ്ചേശ്വരം താലൂക്ക് രൂപീകരിച്ച് തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സാർ. അങ്ങനെ ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് അവിടെ സ്ഥാപിക്കാനുള്ള താല്പര്യം ഗവൺമെൻറ് കാണിച്ചു. പട്ടയാപേക്ഷകൾ ദീർഘമായി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം എടുത്തു നോക്കി പരിശോധിച്ചാൽ അറിയാം, മഞ്ചേശ്വരം താലൂക്കിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്ത ഒരു കാലമാണ് സാർ ഈ കാലം. പട്ടയ ഡാഷ്ബോർഡിൽ എല്ലാ പ്രശ്നങ്ങളും ഉൾപ്പെടുത്തിയ ഒരു കാലം. എന്തായാലും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഡെപ്യൂട്ടി തഹസിൽദാരുടെയും ക്ലർക്കിനെയും നിയമിക്കുന്ന കാര്യം പരിശോധിക്കുന്നതാണ്. CMDRF, ക്യാൻസർ, TB അപേക്ഷകൾ, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, നെൽവയൽ തരം മാറ്റം, ന്യായവില, ഗഡിനാടു കന്നഡിക സർട്ടിഫിക്കറ്റ് തുടങ്ങിയ അപേക്ഷകളിൽ സമയബന്ധിതമായി സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്.